കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് വർക്കല പാപനാശം തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറിൽ നിന്ന് പുറത്തുവന്ന മാലിന്യങ്ങൾ ഇപ്പോഴും തീരത്ത് കിടക്കുകയാണ്. അപകടമുണ്ടായി കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാത്തത് വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും നാട്ടുകാരെയും ഉൾപ്പെടെ നിരവധി പേരെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരിക്കുകയാണ്. പാപനാശം തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ പൊട്ടി അതിലുള്ള ഉൽപ്പന്നങ്ങൾ കടൽ തീരത്ത് ചിതറുകയായിരുന്നു. തുടക്കത്തിൽ വെളുത്ത പൊടി പോലുള്ള വസ്തുക്കൾ പോലീസിന്റെ മേൽനോട്ടത്തിൽ നീക്കം ചെയ്തെങ്കിലും 2 തടിപ്പെട്ടികളിലുണ്ടായിരുന്ന പഞ്ഞു പോലെയുള്ള വസ്തുക്കളും മറ്റും തീരത്ത് ഉപേക്ഷിക്കപ്പെട്ടു. ഇത് കിഴക്കൻ ഭാഗത്ത് കടലിലേക്ക് ഒഴുകിയെത്തുന്ന നീരുറവകൾക്ക് സമീപം കുന്നുകൂടി കിടക്കുകയാണ്. ദുർഗന്ധം രൂക്ഷമായതോടെ തീരദേശവാസികൾ മാത്രമല്ല ബലിതർപ്പണം കഴിഞ്ഞ് കടലിൽ കുളിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്കും വലിയ അസ്വസ്ഥതകൾ നേരിടേണ്ടി വരുന്നു. വർക്കല നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ അടുത്തിടെ തീരത്തെ ശുചീകരണ പ്രവർത്തനം നടത്തിയെങ്കിലും ഈ വസ്തുക്കൾ നീക്കം ചെയ്യാനായില്ല. കപ്പലിൽ നിന്നാണ് ഇത് വന്നതെന്ന് കരുതുന്നതിനാൽ നീക്കം ചെയ്യാൻ കഴിയില്ല എന്നാണ് ജീവനക്കാരുടെ നിലപാട്. അതേസമയം പെട്ടിയിൽ അടങ്ങിയിരിക്കുന്ന ഈ വസ്തുക്കൾ എന്താണെന്ന് ഇതുവരെ ഔദ്യോഗികമായി വ്യക്തത വരുത്താൻ കഴിയാത്തത് അതിശയകരമാണ്. ശബരിമല തീർത്ഥാടന മാസങ്ങളിലും തിരക്കുള്ള വർക്കലയിലെ പ്രധാന തീരപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ദുർഗന്ധം വമിക്കുന്ന അജ്ഞാത വസ്തുക്കളെ അവഗണിക്കുന്നത് അതീവ ഗുരുതരമാണെന്നാണ് തീരദേശത്തെ നാട്ടുകാരുടെ അഭിപ്രായം. തീരത്ത് ഭക്തജനങ്ങൾക്ക് ശുദ്ധിയും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ഈ മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് പൊതുജനാവശ്യം. തോട്ടിലായിട്ട് കുറെ സാധനങ്ങൾ 2-3 ബോക്സ് സാധനങ്ങൾ അവിടെ തോട്ടിൽ കിടന്ന് ചീഞ്ഞ് ഈ പിന്നെ ഒട്ടനവധി ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ബലിതർപ്പണത്തിന് വരുന്ന ആൾക്കാരും ഇവിടെ എത്തുന്ന സ്ഥലമാണ്. അവർക്ക് തന്നെ ഇത് വളരെയധികം അസഖ്യമായിട്ടിരിക്കുകയാണ്. അധികാരികൾ ഇത് കറക്റ്റായിട്ട് അതിനുള്ള നടപടികൾ എടുക്കണം. ബീക്കൺ ന്യൂസ് വർക്കല.